നിങ്ങളുടെ ഈ ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ തന്നെ നാട്ടുകാരും വീട്ടുകാരും ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. പെൺമക്കളെന്നും മാതാപിതാക്കളുടെ മനസ്സിലൊരു ആധിയാണ്. ഇപ്പൊ തന്നെ 2 തവണ പോലീസുകാർ ഇവളെ കൊണ്ടുപോയി. നീ ഇനി ഇവിടെ വരികയോ ഇവളെ കാണുകയോ ചെയ്യരുത്. അച്ഛനില്ലാത്ത ഈ മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാൻ വളർത്തിയത്. ദേവിയത് നീ ഇവളെ മറക്കണം. പോലീസ് നിന്നെ ഉപദ്രവിച്ചോ? എന്തിനുപദ്രവിക്കണം? ഒരു സ്ത്രീക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറം ദുഷിച്ച വാക്കുകൾ കൊണ്ട് അവരെന്നെ മുറിവേൽപ്പിച്ചത്. നിന്റെ വാക്ക് കേട്ട ഞാനെന്ന് ആ ഹോസ്പിറ്റലിൽ വന്നതും അതെന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞതും. ഐ എം സോറി നിയ, എല്ലാം എന്റെ തെറ്റാണ്. എന്നെ വെറുക്കരുത്. ഇല്ല, എന്റെ അമ്മയുടെ കണ്ണുനീര് എനിക്ക് താങ്ങാൻ കഴിയില്ല. ആ വാക്കുകൾക്കപ്പുറം എനിക്കൊരു ലോകവുമില്ല. നിയ, ഒരു പകൽ മെല്ലെ എരിഞ്ഞു തീരുന്നു, ഒരു ശോകസാഗരം ഇരമ്പിയെത്തുന്നു. ഇടറുന്നു മനമുള്ളിലഴലു നിറയുന്നു. ഇരുളാർന്ന വഴിയിൽ ഞാൻ ഒരു ചോദ്യമാകുന്നു. ഇരുളാർന്ന വഴിയിൽ ഞാൻ ഒരു ചോദ്യമാകുന്നു. ഒരു നിഴലു പോലുമൻ തുണയായില്ലിനി, ഒരു കിരണമാശയുടെ ഇവിടില്ല തെല്ലിനി. രാഗങ്ങളൊന്നുമൻ വീണ പടില്ലിനി. രാവിതിലലിഞ്ഞു ഞാൻ രൂപമൊന്നില്ലിനി. ശരിയേത് തെറ്റേത് പുണ്യപാപങ്ങളേതവയുടെ നിർവചനങ്ങൾ മാറുന്നു. കാളിമ ഉടലാർന്ന കരിനായ്ക്കളിന്നെൻ്റെ കരളിലെ നന്മകൾ കടിച്ചു കീറുന്നു. കരയുവാൻ പോലുമി കണ്ണിലശ്രുക്കളില്ലിനി മുഖമുരുകുന്ന മരുഭൂമിയാണു ഞാൻ. കരയുവാൻ പോലുമി കണ്ണിലശ്രുക്കളില്ലിനി മുഖമുരുകുന്ന മരുഭൂമിയാണു ഞാൻ. പോകട്ടെ ഞാനീ ഇരുളിൻ്റെ ഉള്ളിലെ നനവാർന്ന മരണക്കയങ്ങൾക്കുമപ്പുറം. പോകട്ടെ തെല്ലിളവേൽക്കുവാനുയിരിൻ്റെ കെട്ടുകളറുത്തുവിൻ മേഘത്തിനപ്പുറം. പോകട്ടെ ഞാനീ ഇരുളിൻ്റെ ഉള്ളിലെ നനവാർന്ന മരണക്കയങ്ങൾക്കുമപ്പുറം. പോകട്ടെ തെല്ലിളവേൽക്കുവാനുയിരിൻ്റെ കെട്ടുകളറുത്തുവിൻ മേഘത്തിനപ്പുറം. ലഫ്റ്റനന്റ് കേണൽ രവികുമാർ സർ, മകൻ
വികാസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അവൻ വളരെ ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരനാണ്. ഗുഡ്. അവന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ചോ? എന്ത് അനാവശ്യമാണ് നിങ്ങൾ പറയുന്നത്? പറയൂ, അവളെങ്ങനെയാ? പ്ലീസ്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പ്രശാന്ത് അവസാനമായി ലഫ്റ്റനന്റ് കേണൽ രവികുമാറിന്റെ വീട്ടിൽ പോയ ദിവസം അന്ന് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത്? എന്തിനായിരുന്നു താങ്കളെ അദ്ദേഹം ഒഴിവാക്കിയത്? അത് സാബ്, അവിടെ ഒന്നും സംഭവിച്ചില്ലായിരുന്നു. ഇനിയും പ്രശാന്ത് ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഏറ്റവും കുറഞ്ഞത് 7 വർഷമെങ്കിലും കഠിന തടവ് കിട്ടാവുന്ന കുറ്റമാണ് നിന്നിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. നീ പറഞ്ഞില്ലെങ്കിലും അന്നേ ദിവസം ദൃക്സാക്ഷിയായ ജവാൻ സിദ്ധു കൗളിനെ ഈ വിറ്റ്നസ് സീറ്റിലേക്ക് ഞാൻ കൊണ്ടുവരും. പറയൂ, എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത്? പപ്പാജി, ഡാ, ഇത് നടക്കുമെന്ന് നീ ഒരിക്കലും കരുതണ്ട. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് നടക്കില്ല. പക്ഷേ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഇത് നടന്നില്ല. ആ, Hey, what are you doing? പപ്പാ ജോ ബോൾ രഹാ സുനോ. അത്രക്കായോ? മകനാണെന്നും ഞാൻ നോക്കില്ല, കൊന്നു കളയും ഞാൻ. എന്നെ വിട്. എനിക്കത് സഹായം വേണ്ട, അനുവാദം വേണ്ട. വിടാൻ. മോനെ ബഹളം വെക്കല്ലേ, നീ ഇപ്പോ പോ. മാറി നിൽക്കടി. നീ ഈ വീട് വിട്ടു പോകുന്ന എനിക്കൊന്ന് കാണണം. ഞാൻ പോകുന്ന പറ, വിടാൻ. വേണ്ട സാബ്, जाने दो ना, ये हमारा बच्चा है. ഇത് നിനക്കുള്ള അവസാന വാണിംഗ് ആണ്. എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഒരച്ഛനത് സെന്റിമെന്റ്സ് ഞാനങ്ങ് മറക്കും. എല്ലാം നശിപ്പിച്ചില്ലേ? കൊന്നുകളയാ വേണ്ടത്. എന്റെ പദവി, അന്തസ്, ആർമിയിൽ എനിക്ക് ലഭിക്കുന്ന മാന്യത, ഇതെല്ലാം തകർത്ത് നിനക്ക് നിന്റെ ഇഷ്ടം നടത്താനാണ് ഭാവമെങ്കിൽ നമ്മളിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുണ്ടാവൂ. ഓർമ്മിച്ചോ? പ്രശാന്ത്, റൂമിലേക്ക് വരും. സാബ്. നീ എന്നെ ചതിച്ചല്ലടാ. നിനക്കെല്ലാം അറിയാമായിരുന്നു. എല്ലാം മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സാബ്, ഞാൻ അറിഞ്ഞത് തന്നെ ഈ അടുത്ത ദിവസമാണ്. പക്ഷേ അപ്പോഴേക്കും എല്ലാം ഞാനത് വിശ്വസിക്കുന്നില്ല. അവനെല്ലാം നിന്നോട് പറയാതിരിക്കില്ല. എന്നെ ചതിക്കാൻ കൂട്ടുന്ന നീ ഇനി സുഖിച്ച് ആർമിയിൽ ഉണ്ടാവില്ല. സാബ്, എന്നെ വിശ്വസിക്കണം. കുറച്ച് ദിവസം മുമ്പ് മാത്രമാണ് ഞാനിത് അറിഞ്ഞത്. പക്ഷേ അന്ന് Cheers. ഓക്കെ എന്തോന്നാറ ചോദിക്കട്ടെ, എന്നോടാണോ? അവളോട് ചോദിക്കട്ടെ. ഒരെണ്ണം. എന്താ? ഒരെണ്ണം വേണ്ട, എന്റെ മോനെ എത്ര വേണേലും അടിച്ചോ. അടിച്ചോ അടിച്ചോ. അടി. ഇങ്ങോട്ട് പറയേ. എടി ഉവേ, നിന്നോടാ പറയുന്നത്. എടി ഇങ്ങോട്ട് വരാ. ഒന്നും കൂടെ വേണ്ടി വരും. ദേ, നിന്നോടല്ലടി പറഞ്ഞിട്ട്. ഇറങ്ങി വാടി, ഇറങ്ങി വാടി ഇങ്ങോട്ട്. വിടണ്ട വികലാംഗ മോനെ, ഇനി കുടിക്കണ്ട. പതിവ്രത വന്നോടാ. എന്താടി ഒരു വീണവായെന്ന, ഇങ്ങോട്ട് വാടി. ഇപ്പ പോണം അവന്റെ വീട്ടിലോട്ട്. കേട്ടല്ലോടി, നിന്റെ പ്രസവം നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇല്ല, ഞാൻ പോവില്ല. തന്റെ അറിയാത്ത കൊച്ചിനെ ഇവിടെ പെട്ടിടാന്ന് കഴിച്ചോ. ഇറക്കി വിടറായി. വാടി, തൊട്ടുപോയത് അവളെ. നീ വന്നോ? നന്നായി. നീ തന്നെ മുമ്പിൽ നടക്ക്. നിന്റെ വീട്ടിലോട്ട് പോവാ. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്ക് കുറച്ചും കൂടെ സമയം വേണം. കണ്ട എന്തോന്ന് സമയം?
പെണ്ണ് പെറാറായല്ലോടാ കാണിച്ചു ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. നീ ഇവിടെ നിന്നൊരു പോത്തില്ല. നിന്റെ തന്ത വന്ന് ദാ ഇവിടെയും കൂട്ടിയേ പോത്തോളൂ കേട്ടോ. നാട്ടിൽ ആണുങ്ങളില്ലെന്ന് കരുതിയോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. നീ വിളിക്കണം നിന്റെ തന്തേ.